അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ സെനറ്റിലും സിൻഡിക്കേറ്റിലും പെൺകുട്ടികളെ അംഗങ്ങളാക്കുന്നതിനെ സമസ്ത പൂർണ്ണമായിട്ടും എതിർക്കുകയാണ്. പക്ഷെ അവിടെ പഠിക്കുന്ന പെൺകുട്ടികളെയും അവിടുത്തെ വനിതാ കോളേജിലെ പ്രിൻസിപ്പൽമാരെയും ഉൾപ്പെടുത്തിയേ പറ്റൂ എന്നുള്ളതാണ് CAC-യുടെ നിലപാട്. അതിലെന്താണ് അഭിപ്രായം? സമസ്തയിലെ ജമിയത്തുൽ ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. ഇപ്പൊ ഫളീല ഫാദില എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ പദ്ധതി വെറും പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. പിന്നെ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കീഴിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വഫിയ വന്നപ്പോഴും അതിന് പൂർണ്ണ സപ്പോർട്ട് നൽകി അതിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ സമസ്തയുടെ കീഴ്ഘടകങ്ങൾ സജീവമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഇങ്ങനൊരു ആവശ്യം അത്യാവശ്യമാണ് എന്ന് സമസ്തക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് സമസ്ത അതില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇനി ഒരു ആവശ്യം ഒരു നിർബന്ധ സാഹചര്യം വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് സമസ്ത അതിനെപ്പറ്റി ആലോചിച്ചുള്ളൂ എന്നല്ലാതെ നിലവിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ വളരെ ഭംഗിയായി ഞങ്ങൾ നേരിട്ട് നടത്തുന്ന സംവിധാനമാണ് ക്രസന്റിൽ. അവിടെ സമസ്ത നേരിട്ടുള്ള ക്യാമ്പസ് നടക്കുന്നു. അവിടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, പെൺ ടീച്ചേഴ്സ് തന്നെ പഠിപ്പിക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ആവശ്യകത ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ ബഹുമാനപ്പെട്ട മുഷാവറ വിഷയത്തിൽ ആവശ്യമായ തീരുമാനം നമ്മുടെ ചട്ടക്കൂടുണ്ട്. സമസ്തക്ക് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്. അതിൽ നിന്ന് അത് തീരുമാനമെടുക്കും.